വൃത്തസ്തൂപികാകൃതിയിൽ കൂട്ടിയിരിക്കുന്ന ഒരു മണൽ കൂമ്പാരത്തിൻ്റെ പാദപരപ്പളവ് 64 പൈ സെൻറ്റിമീറ്റർ². വൃത്തസ്തൂപികാകൃതിയുടെ പാദം വൃത്താകൃതിയിലായിരിക്കും. അതുകൊണ്ട് മണൽ കൂമ്പാരത്തിൻ്റെ പാദപരപ്പളവ് വൃത്തത്തിൻ്റെ പരപ്പളവ് πr². πr² സമം എത്ര തന്നിട്ടുണ്ട്? 64 പൈ സെൻറ്റിമീറ്റർ² ആണ്. പാർശ്വതല പരപ്പളവ് 80 പൈ സെൻറ്റിമീറ്റർ². മണലിൻ്റെ വ്യാപ്തം എന്തെന്നാണ് കാണുന്നത്. πr² 6 കാണാം നമുക്ക്. πr² സമം 64 പൈ. അപ്പോൾ r² സമം പയ്യും പയ്യും വെട്ടിപ്പോയി. r² സമം 64. r സമം √64 സമം 8 സെൻറ്റിമീറ്റർ. ഇനി പാർശ്വതല പരപ്പളവ് അതായത് πrl സമം π × r. 8 × l എത്രയാണ്? 80. πrl സമം 80 പൈ എന്ന് തന്നിട്ടുണ്ട്. 80 പൈ. പയ്യും പയ്യും വെട്ടി. rl 8l സമം 80. l സമം 80/8 സമം 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? വ്യാപ്തമാണ്. അതായത് 1/3 വ്യാപ്തം. 1/3 πr² ആണ് കാണേണ്ടത്. വ്യാപ്തം 1/3 πr²h. അതിൽ നമുക്ക് h അറിയില്ല. h കാണാൻ എല്ലും ആറും അറിയാം. അതിന് നമുക്ക് h കണ്ടെത്തണം. അപ്പോൾ h സമം എങ്ങനെ കാണും? √l² മൈനസ് r². √l² മൈനസ് r². l² എത്രയാ? 10² മൈനസ് 8². ഇതിൻ്റെ റൂട്ടാണ്. അപ്പോൾ 10² 100 മൈനസ് 8² 64 സമം 36. √36 സമം 6. √36 നീട്ടി. √36 സമം 6 സെൻറ്റിമീറ്റർ. അപ്പോൾ എച്ചും കിട്ടി 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 1/3 πr²h എന്തായിരിക്കും? 1/3 π × r. 8² × r². πr²h അല്ലേ? h ആണ് 6. h 1/3 6ഉം 3ഉം കൂടി വെട്ടി 2. π × 8². 8² 64 × 2 π എന്ന് കിട്ടി. 64 × 2 4 2 8 6 2 12 128 പൈ സെൻറ്റിമീറ്റർ³ വ്യാപ്തമാണ് കാണാനുള്ളത്. അതുകൊണ്ട് ക്യൂബ് 128 പൈ സെൻറ്റിമീറ്റർ³. വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.